എനർജി എല്ലാം BBC സമയത്ത് കാണുന്നില്ല. എന്താ ആരൊക്കെ BBC എത്ര പേര് അറ്റൻഡ് ചെയ്തു? ഓക്കെ, എന്തായിരുന്നു തീം? മൈൽസ്റ്റോൺ. മൈൽസ്റ്റോൺ എന്ന് വെച്ചാൽ തീം വാക്യം, അടുത്ത വാക്യം എന്തായിരുന്നു? എന്തായിരുന്നു? ആരെങ്കിലും ഏതെങ്കിലും വാക്യമല്ല, അപ്പൊ വാക്യം പറയുകയാണെങ്കിൽ സമ്മാനം. സമ്മാനം ആദ്യത്തെ വാക്യമല്ല, അടുത്ത വാക്യം. മൈൽസ്റ്റോൺ എന്ന തീമിന്റെ വാക്യം. സമ്മാനമുണ്ട്. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയാണ്. താറുമല്ല, സോമ്പുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തുണ്ട്. നിങ്ങളാരും വന്നിട്ടായിരുന്നു ഞാൻ പറയുന്ന വാക്കിൽ പെട്ടെന്ന് ആദ്യമായിട്ട് വായിക്കുന്ന അവർക്ക് സമ്മാനമുണ്ട്. വീണ്ടും താക്കോൽ കൈകൊണ്ട് വളരെ മനോഹരമായ ഒരു ഏകദേശം 80% ഓക്കെ ആയ വണ്ടിയാണ്. ഓക്കെ, ഐസിയ 51-ന്റെ 1. ഇവിടെ വന്നല്ലോ, അപ്പൊ മൈൽസ്റ്റോണിന്റെ തീം എന്തായിരുന്നു? ഈ വാക്യം എന്തായിരുന്നു? അപ്പോ ഇത് ഏത് മോഡൽ കാണണമെന്നൊന്നും അറിയത്തില്ല. മാരുതി 800 ആ കാറ്. ആ കാറിന്റെ കീ ഞാൻ കൊടുത്തു. കൈ അടിക്കണം കേട്ടോ. ഞാൻ ആ കാറിന്റെ കീ കൊടുത്തു. മീറ്റിംഗ് കഴിയുന്നവരെ ശേഖരിച്ചു. അത് കഴിഞ്ഞിട്ട് ഓക്കെ, നമ്മുടെ ബാക്കി പറയുന്നു എന്തായാലും അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നീ എന്നെ പിന്തുടരും അല്ലേ? സോ BBC-ന്റെ ത്രൂ ഔട്ട് ജേർണിയില് നിങ്ങൾ മനസ്സിലാക്കിയ എന്തൊക്കെ കാര്യമാണ് എന്തായിരുന്നു ഞാൻ പറയുന്ന ആൾക്കാർ പറയും. ഓക്കെ, BBC എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കി? എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു, പാട്ടുകൾ ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, മാജിക് ഉണ്ടായിരുന്നു, ഇല്ല? ഓക്കെ, പക്ഷെ എൻജോയ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു, സ്നാക്സ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് നിങ്ങൾ BBC നിന്ന് മനസ്സിലാക്കി? BBC നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? ഞാൻ ചോദിക്കുന്നത് 2 പേരെ 3 പേരെ ചോദിക്കും. ഓക്കെ, താഴോട്ട് നോക്കി ഇരിക്കുന്ന BBC ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്താണ് പഠിച്ചത്? ആലോചിക്കും. ഇവിടെ കൈ കൂട്ടുണ്ട്.
ചോദ്യം മനസ്സിലായി? ഇനി അവിടെ നിങ്ങൾ വന്നല്ലേ വന്നവരെ ഇപ്പൊ വന്നവര് യേശു മൊത്തം ഇവിടെ തീർക്കില്ല. ചേച്ചി വന്നാലേ അണ്ണാ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. എന്താണ് നമുക്ക് മനസ്സിലായി. ഇതിൽ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി. സമയം തരാം. സമ്മാനമുണ്ട്. ഓക്കെ, നിങ്ങൾ ആരും വന്നില്ല. വെളിയിൽ നിന്ന് എന്താണ് പഠിച്ചത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഓക്കെ, ഒന്നും പഠിച്ചില്ല. പാസ് നല്ലൊരു കാര്യം വീട്ടിൽ നിന്ന് കുറച്ച് പാട്ടുകൾ കേൾക്കാൻ പറ്റി. അങ്ങനെ ഒരാളോ? അതെ, അല്ലാതെ എന്ത് നമുക്ക് വീഡിയോസ് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, നല്ലൊരു നിങ്ങൾക്ക് വന്നവർക്ക് ആർക്കെങ്കിലും വരാൻ പറയാം. വീഡിയോസ് കൊണ്ടുവരാൻ നിങ്ങൾ ഈ പ്രാവശ്യത്തെ മൈൽ സ്റ്റോൺ എന്നുള്ള തീം വെച്ചുള്ള ഐസയ 51 വാക്യം വെച്ചിട്ടുള്ള വീഡിയോസ് കൊണ്ടുവരുന്നത് ഒന്നുമില്ല. ഓക്കെ, ദൈവത്തിന്റെ പാത പിന്തുടരാനാണ് വാക്യം പറയുന്നത് അല്ലെ? എത്ര പേര് വീഡിയോസിന് ശേഷം അപ്പൊ അങ്ങയുടെ പാത ഞാൻ പിന്തുടരുന്നു എന്ന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്? എത്ര പേര് അതും ചെയ്തിട്ട് ഇവിടെ ഡെഡിക്കേഷനൊന്നുമില്ലായിരുന്നോ? അവസാനം കർത്താവിന്റെ പാത പിന്തുടരുക എന്ന് പറയുകയാണ്. ബിബ്ലിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആസ് എ കിഡ്സ് ആസ് എ ടീനേജേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ നിങ്ങൾ ഞാൻ ടീനേജ് കഴിയും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവിന്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടായിട്ട് നമുക്ക് ഫ്രണ്ട്സുണ്ടോ? എല്ലാവർക്കും ഫ്രണ്ട്സുണ്ടോ? അപ്പോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിൽ ആ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ചിലവർ പറയും മരണം വരെ കൂടെ കാണും, മരണം വരെ കൂടെ കാണും, അവസാനം വരെ കൂടെ കാണും എന്ന് പറഞ്ഞ വാക്കുകൾ കൊണ്ട് മാനുഷികരമായി പറയും. പക്ഷെ പ്രവൃത്തിയിൽ അത് കാണുന്നുണ്ട്. പക്ഷെ അവസാനം വരെ കൂടെ നിൽക്കുന്നത് ആരാണ്? നിങ്ങൾക്ക് ഒരാൾ പറയും ആരാണ് എന്ന് ഉറക്കെ പറ. യേശു. ആ കർത്താവിനെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ആ സമയത്ത് ബോറടിക്കുമ്പോൾ സംസാരിക്കാൻ, കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങള്, നമ്മുടെ ആഗ്രഹങ്ങള് പറയാൻ ആകെപ്പാടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ദൈവം. എപ്പോഴും കൂടെ നിൽക്കുന്ന, എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മുടെ പെയിൻ, നമ്മുടെ സന്തോഷം എല്ലാം മനസ്സിലാക്കുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. അത് കർത്താവ്. ആ കർത്താവായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൊടുക്കും. ഞാൻ 3 പോയിന്റ്സ് പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് 3 പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്തായിരുന്നു. ഒരാൾ പെട്ടെന്ന് ഒരു വാക്യം വായിക്കാവോ? സദൃശവാക്യം 17:17.
സ്നേഹിക്കുന്ന എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥ കാലത്ത് സഹോദരനാക്കി. ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു നോർമൽ ഫ്രണ്ട്ഷിപ്പിന് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് ഒരു ലിമിറ്റ്സ് ഉണ്ട്. പക്ഷെ സഹോദര ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അൺഇനാനിബിൾ, അത് കുറേ കൂടെ സ്ട്രോങ് ആണ്. ഞാനും ഷിജോയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബ്രദേഴ്സ് ആണെങ്കിലും ഏറ്റവും വലിയ ഫ്രണ്ട്സാണ്. ഞങ്ങൾ അടിയിലും ഞങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്യും. അങ്ങനെ ഒരു മനുഷ്യരുടെ രീതി വേൾഡിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഷിജോയാണ്. ഷിജോയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ്, അവരെല്ലാം ഷെയർ ചെയ്യും. പക്ഷേ ദൈവികരമായി നോക്കി കഴിഞ്ഞാൽ, സ്പിരിച്വൽ ലൈഫിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് വേണമെങ്കിൽ അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കി ഞാൻ ഷിജോയോട് വഴക്കിടുമ്പോ അല്ലെങ്കിൽ ഞാൻ ഷിജോയോട് എന്തെങ്കിലും പറഞ്ഞാൽ ഷിജോയോട് ദേഷ്യപ്പെടും, അതിനോട് സ്നേഹമാണ്. ഞാൻ ഷിജോ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അവരോട് ദേഷ്യപ്പെടും, സ്നേഹമാണ്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ദൈവം ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു സ്നേഹത്തിൽ ചില സമയങ്ങളിൽ ദൈവം നമ്മളെ ശിക്ഷിക്കും, അല്ലേ? ഇല്ലേ? അവിടെ രണ്ട് സിസ്റ്റേഴ്സ് പറയാം, ശിക്ഷിക്കുവോ? ശിക്ഷ കിട്ടിയിട്ടുണ്ടോ? ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തിന് പേരൻസ് നമ്മളെ ശിക്ഷിക്കാറില്ല, അത് നമ്മളോട് ദേഷ്യം ഉണ്ടായിരുന്നു. അല്ല, നമുക്ക് സ്നേഹം ഉണ്ടാകാം. നമ്മളൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ ശിക്ഷിക്കുന്നത് സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോ ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് അത് നമ്മൾ വെക്കുകയാണെങ്കിൽ അതിനകത്ത് സ്നേഹം മാത്രമല്ല, എന്തുകൊണ്ട് ശിക്ഷയും. അതൊരിക്കലും നിങ്ങളെ ഇഷ്ടമല്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ഓക്കെ, 3 പോയിന്റ്സ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തെന്ന് പറഞ്ഞില്ല. 3 പോയിന്റ്സ്. ആ 3 പോയിന്റ്സ്: ഗീവ് താങ്ക്സ് ടു ഗോഡ് ഇൻ ഓൾ തിങ്സ്. ദൈവത്തിന് നന്ദി പറയാനുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കൂ. ഒരു ദിവസം എത്ര സമയം പ്രാർത്ഥിക്കും? എന്ത് പറഞ്ഞു? ഓക്കെ, സത്യമാണ്. അപ്പോഴേ ചോദിക്കട്ടെ, ഇവിടെ എത്ര വട്ടം പ്രാർത്ഥിക്കും? നന്ദി പറയണം. ദൈവത്തിന് നന്ദി പറയണം. ഉണ്ടോ? ഉണ്ട്. എന്തിനാണ് നന്ദി പറയുന്നത്? എന്തിനെ കുറിച്ചാണ് നന്ദി പറയുന്നത്? എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, നന്ദി പറഞ്ഞിട്ടുണ്ട്, ദൈവം ഇന്നത്തെ രാവിലെ എന്നെ കാണിച്ചതിന് നന്ദി? എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, ദൈവം ഞാൻ എടുത്തു വിടുന്ന ശ്വാസത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആദ്യമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഓക്സിജൻ സിലിണ്ടറിലാണെങ്കിൽ 3000-4000 കൊടുത്ത് മേടിച്ച് ശ്വാസം എടുത്ത് വലിച്ചു വിടാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ട്. ആ സന്ദർഭത്തിൽ ഓക്സിജൻ തരുന്നത് നമ്മുടെ ദൈവമാണ്, അല്ലേ? അങ്ങനെ ആ കാലത്തിന് ഓക്സിജൻ തരുന്നതിന് ദൈവത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ചിന്തിക്കണം. നല്ല പേരൻസിനെ തന്നതിന് താങ്ക്സ് പറയുന്നുണ്ടോ? ഞാൻ ഒരു ദിവസം മമ്മിയെ ഫോൺ വിളിച്ചിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മമ്മിയോട് താങ്ക്സ് പറഞ്ഞ് ദൈവത്തോട് താങ്ക്സ് പറഞ്ഞ് എനിക്ക് ഏറ്റവും നല്ല ഒരു അനിയനെ കിട്ടിയത്. കാരണം എന്റെ എല്ലാ വീക്ക് പോയിന്റ്സിലും എന്റെ എല്ലാ ഡൗൺ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാ സമയത്തും നമുക്ക് കിട്ടിയ എല്ലാത്തിനും വേണ്ടി നമ്മൾ നന്ദി പറയണം. രണ്ടാമത്തെ പോയിന്റ്, real strength is found in serving not to be served. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, നമ്മൾ ദൈവത്തിന് വേണ്ടി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. ലൈക്ക് ഇവിടെ ഈ ചർച്ചിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സർവീസ് ചെയ്തവരാണ്. അല്ലെങ്കിൽ നമുക്ക് സെർവ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അനാദിക്കൊക്കെ ഇതൊക്കെ എന്നുള്ള രീതിയിലല്ല,
ഇവിടെ വരുന്നവർക്ക് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ചെയ്യും. അത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ്. ചർച്ചിന്റെ ഗ്രോത്തിനാണെങ്കിലും ഈ കൊയറ്റിൽ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന എല്ലാവരും ചർച്ചിന്റെ ബ്ലെസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചർച്ചിന് വേണ്ടി ഇരുന്ന ഓരോ എഫേർട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ മൈൽ സ്റ്റോൺസ് ആണ് നിങ്ങൾ ഈ ചർച്ചിൽ ഗ്രോ ആയി വലിയൊരു ഫൗണ്ടേഷൻ ആയി തീരുമ്പോൾ ആ ഫൗണ്ടേഷന്റെ ഈ ഒരു ബിൽഡിംഗ് വേണ്ടപ്പോൾ ഏറ്റവും അടിയിൽ വേണ്ടത് എന്താണ്? ബേസ്മെന്റ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബേസ്. അതിനൊക്കെ ഏറ്റവും ഈ ചർച്ചിന്റെ ഏറ്റവും ഗ്രോത്തിന്റെ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ ഈ ചർച്ചിന്റെ ഫൗണ്ടേഷൻസ് ആണ് ഇരിക്കുന്നതെല്ലാം. നിങ്ങൾ ചെയ്ത ഓരോ കാര്യവും ഒരിക്കലും ദൈവമാകുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഇട്ട ഓരോ എഫേർട്ടും ദൈവം മറന്നിട്ടില്ല. നിങ്ങളിട്ട ഓരോ വേറൊരു കുരുതിയാണെങ്കിലും ദൈവം മറന്നിട്ടില്ല. അത് അതിന്റെ കൂടെ ഷാജി പാസ്റ്ററുടെ ഫാമിലി ഞാൻ നിങ്ങൾക്ക് വളരെയധികം താങ്ക്സ് പറയുന്നു. ഇത്രത്തോളം ഈ സഭയെ നിലനിർത്താനായിട്ട് നിങ്ങൾ ചെയ്ത എല്ലാ എഫേർട്ടിനും താങ്ക് യു സോ മച്ച്. അതിന്റെ ലാസ്റ്റ് പോയിന്റ്, believe God for too much rather than too little. കടുമണിയോളം വിശ്വാസം എന്ന് ബൈബിളിൽ പറയുന്നു. എന്താണ്? ഉറക്കെ പറയുന്നത്. എത്ര പേര് സന്തോഷത്തോടെ ഇന്ന് ഇങ്ങനെ വന്നിരിക്കുന്നു? എത്ര പേര് സന്തോഷത്തോടെ? കുറച്ച് പേരെ സന്തോഷമുള്ളവർക്ക് അനുഭവത്തിൽ നിൽക്കുന്നത്. അപ്പൊ കടുക് മണിയോളം കടുക് കണ്ടിട്ടുണ്ടോ? അതോ കടുക് കണ്ടിട്ടുണ്ടോ? കടുക് കട്ടി കട്ടിയിട്ടില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ കട്ടിയിട്ടില്ല. കടുകിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിക്കാണ്. അതിനകത്ത് ഒന്നുമില്ല, സ്പേസ് ഇല്ല, ഫുള്ളി എക്യൂപ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലെ. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവജനം പറയുന്നത് കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്താണ് അടുത്ത വരി? കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഉറക്കെ ഈ മലയോട് അത് ആമേൻ. കടുക് മണിയോളം വിശ്വാസം എന്ന് പറയുന്നത് keep the faith in God, not little, fully, മുഴുവനായിട്ടും. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടനെ പോലെ കർത്താവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വൻ കാര്യങ്ങളായിട്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവദാസൻ അപ്പന്റെ വിളിക്ക് ഒരുങ്ങി ഇറങ്ങിയത് കൊണ്ടാണ് ഈ ചർച്ച ഇത്രയും മനോഹരമായി ദൈവം അനുഗ്രഹിച്ചത്. നിങ്ങൾ ഓരോരുത്തരും ഈ ചർച്ചയ്ക്ക് വേണ്ടി നിന്നത് കൊണ്ടാണ്, ആ വിശ്വാസത്തിൽ നിന്നത് കൊണ്ടാണ് ഈ ചർച്ച ഇത്രയും ഗ്രോ ആയത്. ഹല്ലേലൂയ. Keep the faith in God in all things, not little, in full. ഞാൻ ഈ ടോക്കിന്റെ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട് കുട്ടികളോട്. Keep God as a friend. ദൈവത്തെ ഒരു സുഹൃത്തായി കണ്ടുപോകുക. ദൈവമായിട്ട് സംസാരിക്കുക. പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ദൈവമായിട്ട് സംസാരിക്കുക. ഞാൻ ഒറ്റയ്ക്ക് യാത്രയിലായിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ദൈവത്തോട് സംസാരിക്കും. പ്രാർത്ഥിക്കുന്നത് വേറെ, സംസാരിക്കുന്നത് വേറെ. ഞാൻ അമ്മയോടൊക്കെ സംസാരിക്കുന്നത് പോലെ, ശിവയോടൊക്കെ സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റാൾക്കാരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം. നിങ്ങൾ നിങ്ങളുടെ അമ്മ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം. ഫ്രീ ആയിട്ട് സംസാരിച്ചു അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമത് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. Keep the faith in God. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസ്റ്റ് ഒരു ചോദ്യം ഞാൻ ചോദിക്കും. മൈൽ സ്റ്റോൺ എന്ന ഫീൽഡിന്റെ അർത്ഥ വാക്യമാണ് മറന്ന് എന്താണ് വാക്യം? വാക്യം
വാക്യം ബാക്കി വാക്യം മാത്രമല്ല ലൈഫിന് അനുസരിക്കുകയും. ഓക്കെ, ഇത്രയും സമയം എനിക്ക് തന്ന താങ്ക്സ്. ഈ ദിവസം ഏറ്റവും വലിയ അനുഗ്രഹമായി കേട്ട കാര്യങ്ങൾ ഇതിലൂടെ പറയാതെ ഇതിലെ വെച്ചിട്ട് ധ്യാനത്തിൽ പങ്കെടുക്കും. ഓക്കെ, സാക്ഷ്യങ്ങളൊക്കെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും. ഇത്ര നേരം കുഞ്ഞുങ്ങൾ നല്ല ക്ലാസ് കൊടുക്കുന്നതിന് നമുക്ക് ഇത്ര നേരം ദിവസങ്ങളിലായി നമ്മളെ സഹായിച്ചു. വാരം മുതൽ ഇതുവരെയും നല്ല കുഞ്ഞുങ്ങളെ നല്ല പാട്ടുകൾ നല്ല പുസ്തകങ്ങളെല്ലാം ദൈവം സഹായിച്ചു. പ്രത്യേക ക്ലാസ് എടുത്ത് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ യൂത്ത് സെഷൻ അവസാനിപ്പിക്കാം. സിസ്റ്റർ ബിന്ദുവിനെ മുമ്പോട്ട് ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥന സിസ്റ്റർ ബിന്ദുവിനെ സ്തോത്രം. സന്തോഷത്തോടെ കാര്യങ്ങൾ സ്തോത്രം ചെയ്യാം. അനുഗ്രഹീതമായ ഒരു വർഷിപ്പ് ദൈവമായ കർത്താവ് സഹായിച്ചു. തുടർന്ന് നമുക്ക് ശുശ്രൂഷകളെ ഭരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളടയ്ക്കാത്തവരെ വണങ്ങാം. കാരുണ്യവാനുള്ള സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, മനോഹരമായ ഒരു പ്രഭാതത്തിനായി സ്തോത്രം കർത്താവേ. ഈ വിശുദ്ധ കർത്താവിന്റെ ദേശത്ത് കടന്നു വന്ന് അവിടുത്തെ പുനരുനാമത്തിൽ ഒന്നിച്ചു ഒരു കർത്താവിനെ സത്യവാന്മാരെ ആരാധിപ്പാനെ കാണാം. ഞങ്ങൾക്ക് ഒരുക്കുന്ന ഈ നല്ല സാവകാശത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവെ, നന്ദി യേശുവേ, സ്തോത്രം 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 കർത്താവെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ ജനതയോട് പരിപാലിച്ച കർത്താവ്, ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളെല്ലാം അവിടുത്തെ തിരുസാന്നിധ്യങ്ങളോട് കൂടെ ഇരുന്നുള്ളതാണ് കർത്താവ്. അർത്ഥങ്ങളാകുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവെ അവിടുത്തെ ഉള്ളവരെ ഞങ്ങളെ വലിച്ചു കുറയ്ക്കായി സ്തോത്രം കർത്താവ്. അർത്ഥം ഞങ്ങളെ വിളിച്ചു കുറയ്ക്കായി സ്തോത്രം കർത്താവെ. ഈ പ്രഭാതം ആരോഗ്യത്തോടെ ബലത്തോടെ കൂട്ടികൾക്ക് കുറയ്ക്കായി സ്തോത്രം കർത്താവെ. സ്തോത്രം, നന്ദി കർത്താവെ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു യൂത്ത് വർഷം നടത്തുവാനൊക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിച്ച് കുറയ്ക്കായി സ്തോത്രം കർത്താവ്. അവരിലേക്ക് നോക്കി പ്രകാശിതരായി അവിടെ രചിച്ചു പോകാൻ അനുവദിക്കില്ല കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അകന്നുന്ന അതിങ്ങളെ പുറപ്പെടുവച്ച് കുറയ്ക്കായി സ്തോത്രം കർത്താവെ. അതിന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ അവർ ജീവിതത്തിൽ മുന്നേറുവാനൊക്കണം അവരെ സഹായിക്കണം പ്രാർത്ഥിക്കണം കർത്താവെ. സ്തോത്രം കർത്താവെ. നിങ്ങളുടെ ഭാവി അനുഗ്രഹപ്രദമായി കർത്താവെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. വാസ്തവമായി തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവെ അവരുടെ ജീവിതയാത്ര മുന്നേറുവാനൊക്കെ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനുഗ്രഹീതമായ ഒരു തലമുറ കർത്താവെ അവിടുന്ന് കർത്താവെ ഞങ്ങൾ നൽകുന്നതിനായി സ്തോത്രം
തുടർന്നും അവരുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങനെ കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കുന്ന കാശോടത്തിൽ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും അവരെ നിറയ്ക്കണ പ്രാർത്ഥിക്കുന്ന നടക്കണമെന്ന അടികളെവരെയും കാട്ടി സമർപ്പിക്കുന്ന കർത്താവോട് സഹായിക്കണമേ. സാന്നിധ്യം മരണങ്ങളെ മറക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇവിടെ പ്രഭാതത്തിന് കർത്താവെ ആരാധിക്കുമ്പോൾ അനുഗ്രഹീതമായ ഗാനങ്ങൾ ഉയർന്ന കർത്താവെ, അത് ആത്മാവിൽ നിറഞ്ഞ കർത്താവ് പരിശുദ്ധാത്മ ആരാധന കർത്താവെ സ്വർഗം പ്രസാദിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. രണ്ടോ മൂന്നോ നാമത്തിലൂടെ കൂടിയാലും ഞാൻ അവിടെ നമുക്ക് എഴുതാമോ വാർത്ത നിശ്ചയിക്കുമേ. ഈ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് അവിടെ നിറഞ്ഞു കർത്താവെ, ഞങ്ങളെ അവിടെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെ വ്യക്തികളായ കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ എല്ലാ വ്യക്തിപരമായ എല്ലാ വിഷയങ്ങൾക്കും അവിടെ കർത്താവെ അവിടെ പരിഹാരകനെ ഞങ്ങളോടുകൂടെ പ്രാർത്ഥിക്കുന്നു. കടവരെ താഴ്ത്തിയെത്തി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ കർത്താവെ ഞങ്ങൾ ഏവർക്കും കർത്താവ് ഓരോരോ വിഷയങ്ങളുണ്ട് കർത്താവെ എല്ലാം മനോഭാരത്തോടുകൂടി കടന്നു കർത്താവെ. അവിടെയുള്ള തൊഴിലോട് കർത്താവരുടെ ഞാനിരുന്ന പ്രശ്നങ്ങൾക്ക് കർത്താവെ അവിടുന്ന് ഉത്തരങ്ങൾ കർത്താവെ അവരുടെ ആശ്വാസം സമാധാനം സന്തോഷം അവിടെ ദാനിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ രോഗികളായിരിക്കുന്ന ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. രോഗികൾക്കുമായ കൂടെ ഇരുന്ന് കർത്താവെ പൂർണ്ണമായ സൗഖ്യം കൽപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു അവിടെ ശക്തി ബലവും കൊടുത്ത് കർത്താവെ അനന്ത നടത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രനാഥ. വിശേഷ കർത്താവെ ഇന്നത്തെ ഓർമ്മയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ കർത്താവെ പ്രകാരമാണ് നടക്കുന്നതിന്റെ കർത്താവെ അധിഷ്ഠാന കർത്താവെ അനേകർ അധിഷ്ഠാനം മതിക്കപ്പെടുമ്പോൾ കർത്താവെ നിരപരാധികൾ മതിക്കപ്പെടുമ്പോൾ കർത്താവെ അവരുടെ രക്തത്തോട് മനസ്സിനെ പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. നമ്മുടെ സമാധാനം അവിടുന്ന് ദാനിച്ച് പ്രാർത്ഥിക്കുന്ന ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ സഭയായി നാഥാ നന്ദി കർത്താവെ സ്തോത്രം. നാഥാ ദുഃഖത്തിലായിരിക്കുന്ന മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ വിലാപങ്ങൾ കർത്താവെ അതെ വേർപാട് വിലാപത്തിലായിരിക്കുന്ന മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. നന്ദി കർത്താവെ നിങ്ങളെവരെയും കാട്ടി സമർപ്പിക്കുന്നു. വിശേഷ കർത്താവെ നിങ്ങളെ കർത്തദാസനായ സ്തോത്രം കർത്താവെ അവിടെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ അവിടുത്തെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കൈമാറപ്പെട്ട ദൂത് കർത്താവെ ശക്തിയോടെ കർത്താവെ പ്രസ്താവിക്കാനൊക്കണം കർത്താവെ ദൈവ കർത്താവ് പരിശുദ്ധാത്മ കർത്താവെ അവിടെ പ്രഘോഷിപ്പാനൊക്കണം. അവിടുത്തെ ദാസനെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ കൂടുതലായിട്ടുള്ള അഭിഷേകത നിറയ്ക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവെ. തിരുവചനത്തിന് വേണ്ടി സാമൂഹത്തിന് വേണ്ടി ഓടുവാൻ കർത്താവെ ശക്തി ബലോട് കൊടുക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിനോടൊന്നും സാന്നിധ്യങ്ങളോടുകൂടെ ഇരിക്കണമേ. അവിടുത്തെ പാർപ്പിടങ്ങളിലായിരിക്കട്ടെ കർത്താവെ ദൂരത്ത് കർത്താവ് കോടതിയിലൂടെ കർത്താവെ സംബന്ധിച്ച അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു നന്ദി കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പാർപ്പിടത്തിന് കർത്താവെ അനുഗ്രഹമായ ആരാധന കഴിയുമ്പോൾ കർത്താവെ ഞങ്ങൾ രോഗികൾ സൗഖ്യമാകുവാൻ കർത്താവെ ഞങ്ങൾ ബന്ധനസ്ഥ ഒഴിവാക്കപ്പെടുവാൻ കർത്താവെ ദുഃഖത്തിലായിരുന്ന സന്തോഷത്തോടെ എല്ലാ നിലനിൽപ്പെട്ട് കർത്താവെ ആ ദൈവിക സന്തോഷം അനുഭവിച്ച് ആനന്ദത്തിനാണ് കർത്താവെ മടങ്ങി പോകാനൊക്കെ ഞങ്ങളെ ഏവരെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും ദൈവികമായ സമാധാനം ദൈവികമായ സന്തോഷം ദൈവികമായ സ്നേഹത്തിന് ധാന്യങ്ങൾ തിരിഞ്ഞു പോകാൻ ഞങ്ങളെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മുൻപാകപ്പെടുത്തിയ മേശയ്ക്കായി സ്തോത്രം കർത്താവെ. കർത്താവിനോട് സംബന്ധിപ്പാനുള്ള കർത്താവെ ഞങ്ങളുടെ ശരീരാത്മീയങ്ങളെ അവിടെ വിശദീകരിക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ മനസ്സിന്റെ എല്ലാ വ്യാകുലങ്ങള് എല്ലാ ദുഷ്ടങ്ങളും ഞങ്ങളെ വിടുവെച്ച് ആ ക്രിസ്തുവിനെ നമ്മളെ കർത്താവെ ഇതുവരെയൊക്കെ കഴിഞ്ഞിരുന്നാലൊക്കെ ഞങ്ങളെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹം പ്രാപിക്കാൻ സന്തോഷത്തോടെ മടങ്ങി പോകാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പാദപ്പെടുത്തലായിരിക്കട്ടെ. വീണ്ടും കർത്താവെ ഉത്പാദിച്ചിരും വരെ കാര്യങ്ങൾ ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ചെയ്ത് നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രമോദ് സഹോദരൻ അതിനുശേഷം സിസ്റ്റർ സാനു മുന്നോട്ട് കാണുന്നവരെ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി ദൈവത്തോളം ദൈവത്തിന്റെ പ്രാർത്ഥിക്കുന്നവരെ കൂട്ടിവരുത്തുമാരാകട്ടെ പ്രാർത്ഥിക്കുന്നവർക്കായി
സ്തോത്രം സ്തോത്രം എന്ന് സർവ്വതുപോലെയുള്ള ഇരട്ടി അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകുവാൻ തക്കോണം. ഹല്ലേലൂയ. സ്വർഗ്ഗത്തെ അഗ്നികുമാരനെ പ്രാർത്ഥിക്കുന്നു. ദാസനെ കരങ്ങളെ ഉപയോഗിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. അതല്ലെങ്കിൽ അനുഗ്രഹമായി തീരുവാൻ തക്കോണം ദൈവത്തിന്റെ അഗ്നികുമാരനെ പ്രാർത്ഥിക്കുന്നു. ദാസനെ വേണ്ടിയാണ് സ്തോത്രം സർവ്വേശ്വരന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ കരങ്ങൾ സ്തോത്രം ചെയ്യാം. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് തുടർന്ന് ചില ഗാനങ്ങൾ പാടി ദൈവത്തെ പാടുന്നത്. ഹല്ലേലൂയ.
തന്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ചെയ്യുകയോ നമുക്ക് ഹൃദയത്തെ കൊണ്ട് പാടി ദൈവത്തെ മുഖപ്പെടുത്തുന്നു. പ്രാണൻ പോലും ജീവൻ തന്നോരേ ഭൂമിയിലായും കാണാത്ത സ്നേഹമേ ആ മാറിൽ ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല എന്റെ യേശുവേ. പ്രാണൻ പോലും എത്ര പേരെ സമർപ്പിച്ചു ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ മറ്റാരെക്കാളും വിശ്വസ്തനായോരേ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ. അങ്ങേ പോലെ ആരും ഇല്ലയേ. പ്രാണൻ പോലും ജീവൻ തന്നോരേ ഭൂമിയിലായും കാണാത്ത സ്നേഹമേ ആ മാറിൽ ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല എന്റെ യേശുവേ. പ്രാണൻ പോലും ജീവൻ തന്നോരേ ഭൂമിയിലായും കാണാത്ത സ്നേഹമേ ആ മാറിൽ ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല എന്റെ യേശുവേ. Hallelujah. Praise the Lord. തുടർന്ന് ഒരു ഗാനം പാടി ദൈവത്തെ കൈയടിച്ച് ആരാധിക്കാം. കൈയടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ we have to give our best. അല്ലേ? നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം നമുക്ക് ദ ബെസ്റ്റ് ആണ് തന്നിട്ടുള്ളത്? നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളും ദ ബെസ്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദ ബെസ്റ്റ് കൊടുക്കണം. ഹല്ലേലൂയ. കായിനും ഹാബേലിന്റെ ഓഫറിംഗിനെ നിങ്ങൾക്കറിയാം. ഹാബേലാണെങ്കിൽ ദ ബെസ്റ്റ് ആണ് കൊടുക്കുന്നത്, കായിനാണെങ്കിലും ദ ബെസ്റ്റ് കൊടുത്തു. പക്ഷേ ജീവനുള്ളതിനെയാണ് ജീവനോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. അല്ലെങ്കിൽ ദൈവം ചെയ്ത ഓരോ നന്മകളും ഓർത്ത് അപ്പനെ നന്ദി അറിയിച്ച് തുടർന്ന് കരങ്ങളെ കാണിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ജീവന്റെ ഓടുള്ള ക്രിസ്തു Hallelujah.
സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി ഇന്ന് ഉണർത്തി നീ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് ആമീനൊക്കെ പറഞ്ഞാട്ടെ. ഈ നിമിഷം കൂടെ കണ്ടുകൊണ്ടൊക്കെ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോണിച്ചാൻ തുറന്നുള്ള ശുശ്രൂഷ വാങ്ങിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. ഇസ്രായേൽ ഇസ്രായേലിൽ നിന്ന് ചെങ്കടലിന്റെ തീരത്ത് കൊണ്ടുവന്നത് ചെങ്കടലിലെ തിരമാലയും അതിന്റെ ഭംഗിയും കാണിച്ച് തിരിച്ചയക്കാനല്ല. അവരെ കൊണ്ടുവന്നത് അത് തുറന്ന അക്കരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇന്നത്തെ ദൂത് നിനക്ക് വേണ്ടി വഴി ദൈവം തുറക്കാൻ വേണ്ടി പോവുകയാണ്. ഒരിക്കലും തുറക്കാത്ത ഉറവിടങ്ങൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ചിലത് കാണിച്ചു നിന്നെ തിരിച്ചുവിടാനല്ല കൊണ്ടുവന്നത്. വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് ചേർന്ന് പാടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. ആരെങ്കിലും ആരാധ്യ നീ രാജാവി രാജാവ് കൈയടിച്ചു പാടി സന്തോഷത്തോട് നൃത്തം ചെയ്ത് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. Raja
സർവ്വശക്തനായ കർത്താവേ, എത്ര സ്തുതിച്ചാലും മതി വരാത്ത കർത്താവേ, പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച കർത്താവിനെ, വിശുദ്ധന്മാരുടെ കൂടെ ഇരുത്തിയ നമ്മുടെ കർത്താവിനെ, ഇവിടെ വരാൻ ഒരു യോഗ്യതയും നമുക്കില്ല, പക്ഷെ ദൈവം നമ്മെ കണ്ടു. അങ്ങനെ ഉറപ്പുള്ളവർ കൈ ഉയർത്തി പിടിച്ചെന്ന് പറഞ്ഞേ. ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ്. നീ കാത്തിരുന്നതും നീ നിലവിളിച്ചതും നീ കരഞ്ഞതുമായ വിഷയത്തിൽ ഇന്ന് ദൈവം നിനക്ക് മറുപടി തരാൻ പോവുകയാണ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. കർത്താവിനോട് കഴിഞ്ഞ രാത്രി പറഞ്ഞു, എന്റെ ജനത്തിന് ഒരു പുതിയ സീസൺ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. നാളെ നിങ്ങളുടെ നടുവിൽ ഞാൻ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. വിശുദ്ധിയോട് നിൽക്കാൻ കഴിയാത്തതെല്ലാം പുറത്തു പോകും. എന്നാൽ വിശുദ്ധിയുള്ള ചിലതിനെ നീ ഉറപ്പിക്കും. പക്ഷേ യോശുവയെ, നിങ്ങൾക്കുള്ളതിനെ എല്ലാം നിങ്ങൾ വിശുദ്ധമാക്കണം. ഞാൻ വിശുദ്ധനായ ദൈവമാണ്. ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കുമ്പോൾ നിന്നിൽ അശുദ്ധി കണ്ടിട്ട്, നിന്നിൽ വൃത്തികേട് കണ്ടിട്ട് ഞാൻ നിന്നെ വിട്ട് അകലാതിരിക്കേണ്ടതിന് നിന്റെ ഭാവന വിശുദ്ധമായിരിക്കണം. വിശുദ്ധനായ ഒരു ദൈവത്തെ ആരാധിക്കാൻ നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നോട് ഞാൻ ചെയ്തു. ജീവിതയാത്രയിൽ തളർന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ വല്ലപ്പോഴൊരു കർത്താവ് കൈക്ക് പിടിക്കും. ആരെല്ലാം നിന്നെ മറന്നാലും, ആരെല്ലാം നിനക്കെതിരായാലും ദൈവം നിന്റെ കൂടെയുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഓർപ്പിച്ച പോലെ ബാല്യക്കാർ നിന്നെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. വയലിൽ കാലാവിറക്കി നടന്നവളെ വയലിന്റെ ഉടമസ്ഥയാക്കിയതുപോലെ മകളെ പറക്കാൻ വേറൊരു വയലിൽ പോകണ്ട. ഈ വയലിൽ നിന്നോ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. നീ ചോദിച്ചവർ കൈമലർത്തി കളഞ്ഞു. ഒരു വീട് കെട്ടാൻ നീ ആഗ്രഹിച്ചു. ഒരു തൊട്ടു ഭൂമിക്ക് വേണ്ടി നീ കൊതിച്ചു, അധ്വാനിച്ചു. പക്ഷെ നിനക്ക് അവർ പ്രതിഫലം തന്നില്ല. വെറും കൈയോട് യാക്കോബിനെ അയക്കാൻ പ്ലാൻ ചെയ്തെങ്കിലും ദൈവം യാക്കോബിനെ മാനിച്ചതുപോലെ സിസ്റ്റർ ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുക. ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവുകയാണ്. എല്ലാം കണ്ണടച്ചു. കൈ ഉയർത്താൻ പറ്റുന്നവർ കൈ ഉയർത്തി, കൈ മലർത്താൻ പറ്റുന്നവർ കൈ മലർത്തി പിടിച്ചു.
നെഞ്ചു തെളിഞ്ഞിരിക്കുന്നു. ഒരു മിനിറ്റ് കൈകൾ ഉയർത്തി അപ്പന്റെ കയ്യിൽ കൊടുക്കുമ്പോ വേറൊരു കൈ നിന്നെ തൊടാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പാടുമ്പോൾ എല്ലാവരും ശബ്ദം ഉയർത്തി കണ്ണടച്ച് കൈ ഉയർത്താൻ പറ്റുന്ന ഉയർത്തി പിടിച്ച് ഒന്നിച്ചു പാടണം. ഹല്ലേലൂയ, കുറച്ചുകൂടെ ശബ്ദം വെക്കാൻ പറ്റുമോ? ഉറപ്പ് തരാം ദൈവത്തിന് തോന്നുന്നു. മനസ്സ് പതറരുത്. ഓ ദൂതന്മാർ നമ്മുടെ നടുവിൽ ഏഞ്ചലിക് മിനിസ്ട്രി, ദൂതന്മാരുടെ ശുശ്രൂഷ ഇതിനകത്തുണ്ടാകുന്നു. മെല്ലെ മെല്ലെ കൈയൊന്നു വീശി നിങ്ങളുടെ കൈക്കകത്ത് കർത്താവ് ചിലത് ഇട്ടു തരുന്നുണ്ട്. പ്ലീസ് നിങ്ങളുടെ കൈ ഉയർത്തി സഹോദരന്മാർ കുറച്ചുകൂടെ ശബ്ദം ഉയർത്തിക്ക്. കൊയർ വാ തുറന്ന് പാടിക്കുക. അന്തരീക്ഷം ദൈവ മഹത്വം കൊണ്ട് നിറയുന്നു. സൗഖ്യം 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 വിടുതൽ. സിന്ധു സിസ്റ്റർ ഫ്രണ്ടിൽ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞ് ഒന്നിച്ച് ഉറക്കമില്ലാത്ത വ്യക്തികൾ കർത്താവ് സൗഖ്യം കൽപ്പിക്കുന്നു. രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടവർ
ജീസസ്. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ കെട്ടുകളും പൊട്ടിമാറട്ടെ. എല്ലാ ഉറക്കം കളയുന്ന ദുരാത്മശക്തി ഒന്നുടെ കൈയൊന്ന് വീശി ക്ഷീണിക്കാതെ ധൈര്യത്തോടെ ഉറപ്പോടെ ഒന്നിച്ചൊന്ന് പാടിക്കേ. യെസ്, കർത്താവ് നിങ്ങളെ തൊട്ടു എന്ന് ഉറപ്പുള്ളവർ രണ്ട് കൈയും അടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഉണ്ടായിരുന്നു. നമുക്ക് ചേർന്ന് വായിക്കാം 118 സങ്കീർത്തനം. വാക്യപ്രതി വാക്യമായി പാടി ദൈവത്തെ ആരാധിക്കാം. 118 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി പാടി ദൈവത്തെ ആരാധിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന ആഗ്രഹം പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. എന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അവർ എന്നെ വളഞ്ഞു, അതെ അവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കി വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവി, ഞാൻ അവയിൽ കൂടിക്കിടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. നീ എനിക്ക് ഉത്തരമരുളി എന്റെ രക്ഷയായി തീർന്നിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ ഞങ്ങൾക്ക് ശുഭ്രത നൽകണമേ. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീ. അടുത്ത വാക്യം കൂടെ ചേർന്ന് വായിച്ചാട്ടെ. നമ്മുടെ വിശുദ്ധ കൈകൾ ഉയർത്തി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാകയാൽ സ്തോത്രം ചെയ്യാം. അവൻ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. മരണത്തിന്റെ പാശങ്ങൾ അഴിച്ചു നമ്മെ വിടുവിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യാം. തകർത്ത ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, വൈദികമാർ വീണ മീട്ടുന്നത് പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ ശബ്ദം ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കേണ്ടതിന് വായടച്ച് നിശബ്ദമായി ദൈവത്തെ കാത്തു നിൽക്കുക. കാറ്റു കാണുന്നില്ല, മഴയുമില്ല, പക്ഷെ ചില കുഴികൾ കുഴിച്ചത് ഞാൻ കണ്ടു. എന്റെ ജനത്തിന്റെ ദാഹം തീർക്കുവാൻ ഞാൻ അവർക്ക് വേണ്ടി
മഴ പെയ്യ്ക്കുന്ന ദൈവമാണ്. മണ്ണിനടിയിൽ കിടക്കുന്ന വിത്തുകൾ കിളിർക്കുന്നത് പോലെ ചിലതിനെ ഞാൻ കിളിർപ്പിക്കാൻ പോവുകയാണ്. മാറ്റി നിർത്തി, ഉപേക്ഷിച്ചു, വേറിട്ട് നിർത്തിയതിനെ ഞാൻ പുതിയ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. ചില വില്ലാളികൾ നിന്നെ ലക്ഷ്യമിട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. എന്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ നിന്നെ മൂടും. എന്റെ ചുവടുകളിൽ നീ കാല് വെച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹത്വകരമായ അനുഭവത്തിലൂടെ ഞാൻ നിന്നെ നടത്തും. എന്റെ ആലോചനയ്ക്ക് നീ ചുവട് വെക്കണം. പലപ്പോഴും അകലം വിട്ടു പിൻപറ്റുന്ന എന്റെ ദാസനായ പത്രോസിനെ പോലെ നീ ആകരുത്. നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം, നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്നറിയാം. പക്ഷെ വിട്ടുകളയാൻ കഴിയാത്ത, മുറുകെ പറ്റുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ ഞാൻ നിന്നെ അഴിച്ചുവിടാൻ പോവുകയാണ്. എനിക്ക് നിന്നെ മുൻനിരയിൽ എത്തിക്കണം. നിന്റെ അരകെട്ടി ഞാൻ നിന്നെ മുന്നോട്ട് വിടാൻ പോവുകയാണ്. ഒരു ശക്തിക്ക് ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഒരു ശക്തി നിന്നെ തൊടുകയില്ല. എന്റെ ബലത്താൽ ഞാൻ നിന്നെ താങ്ങി നടത്തും. ഒരത്ഭുതം ഈ ദിവസങ്ങളിൽ നീ പ്രതീക്ഷിച്ചു. ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എല്ലാവരും കൈ ഉയർത്തി ഒന്നിച്ചൊരു ആമേൻ പറഞ്ഞാട്ട്. കർത്താവ് ഞങ്ങളുടെ നടുവുള്ളത് കൊണ്ട് സ്തോത്രം. ഞങ്ങളോട് സംസാരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥനയോട് എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിലിരിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൂട്ടിവരുത്തിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ഇവിടെ വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുക. യൂത്ത് വർഷിപ്പിൽ കുഞ്ഞുങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. ചേർന്ന് ഒന്നിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ഓരോ ദിവസങ്ങളിലും വേഗം കടന്നു പോകുകയാണ്. പ്രത്യേകിച്ച് ചൂട് കൂടി വരികയാണ്. 11 മണി തൊട്ട് 3 മണി വരെ പുറത്തിറങ്ങരുത് എന്ന കൽപ്പനയുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പോകാതിരിക്കാൻ കഴിയുകയില്ല. ഈ നിയമങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് വന്നവർക്കായി കൈ അടിച്ചത് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. തെരുവിലും മുക്കിലും മൂലയിലും എല്ലാം സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ചൂടാണ്. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞ പോലെ ചൂട് ഭയങ്കരമാണ്. പക്ഷെ ഇതിനകത്ത് 3 AC ഏകദേശം 5 ടണ്ണ് മേളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതിനകത്ത് ചൂട് അറിയുന്നില്ല. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. AC ഉള്ളത് കൊണ്ട് ഉറങ്ങിപ്പോകരുത്. ആരെങ്കിലും ഉറങ്ങുന്നെങ്കിൽ അവരെ ഒന്ന് കുലുക്കി വിളിച്ചിട്ട് പറയണം, ഉറങ്ങി ആശ്വസിക്കേണ്ട സ്ഥലമല്ല, ഇവിടെ ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലമാണ്. ഒന്നിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. പലരും സുഖമില്ലാതെയും ശരീരമായിട്ടൊക്കെയും ഭാരപ്പെടുന്നു. ദൈവം അവരെല്ലാം സൗഖ്യമാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇന്ന് ആദ്യം ഞാൻ ഓർപ്പിച്ച പോലൊരു ദൂത് പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. ചില സംഭവങ്ങൾ ജീവിതത്തിന്റെ വഴിത്തിരിവാക്കി ദൈവം മാറ്റാൻ പോകുക. കേട്ടില്ല ഇങ്ങനല്ല, ഉറക്കെ ആമേൻ പറഞ്ഞാട്ടെ. ചില സംഭവങ്ങൾ ജീവിതത്തിന്റെ വഴിത്തിരിവാക്കി ദൈവം മാറ്റാൻ പോകുക. സംഭവിച്ചത് പലതും നിനക്കിഷ്ടമില്ലാത്ത സംഭവങ്ങളായിരുന്നു. നീ പ്രതീക്ഷിക്കാത്തതും നീ സ്വപ്നം കാണാത്തതും നീ ആഗ്രഹിക്കാത്തതുമായ പല സംഭവങ്ങൾ നിന്റെ വയസ്സിനോട് ചേർന്ന് ഞാൻ പറയാം സംഭവിച്ചു. പക്ഷെ ദൈവം ഇന്ന് പകലത്ത് തിരുത്തി പറയുന്നു, ഞാനത് ചിലത് വഴിത്തിരിവാക്കി മാറ്റാൻ പോകുക. വഴിത്തിരിവാക്കി ദൈവം മാറ്റാൻ പോകുക. 1-2 വ്യക്തികളെ ഓടിച്ചു പറയാം. ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നന്മയ്ക്കാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും തിന്മയ്ക്കല്ല. എന്തിനാണ്? നന്മയ്ക്കാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ മൊർദെഖായിയോട് ചോദിച്ച മൊർദെഖായി പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു വഴിത്തിരിവിന് കാരണമായി മാറി. ഞാൻ പ്രതീക്ഷിച്ചില്ല, ഞാൻ കണക്ക് കൂട്ടിയതുപോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഒരു യഹൂദനായതിന്റെ പേരിൽ അവഗണനകളും നിന്ദകളും പരിഹാസങ്ങളും ഞാൻ സഹിക്കേണ്ടി വന്നു. അത് യാഥാർത്ഥ്യമായ കാര്യമാണ്. യഹൂദൻ തള്ളപ്പെട്ടവനാണ്.
യഹൂദനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്തു സംഭവിച്ചു? ജാതിക ശക്തികൾ യഹൂദനെ ഇല്ലാതാക്കത്തക്കവണ്ണം യുദ്ധം ചെയ്യാൻ എഴുന്നേറ്റു. പക്ഷേ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റി. കൊന്നുകളയാൻ തക്കവണ്ണം മുദ്രമോതിരം കൊണ്ട് സീൽ ചെയ്ത ലെറ്ററുമായിട്ട് ഒരു കൂട്ടത്തെ ഇല്ലാതാക്കാൻ എഴുന്നേറ്റപ്പോൾ ആമീൻ, ചില ദിവസങ്ങളിൽ മാത്രം ദൈവത്തെ പട്ടിണിയോടിരുന്ന് കാത്തിരുന്നപ്പോൾ രംഗം ദൈവം മാറ്റിമറിച്ചതുപോലെ ഇന്ന് പകൽ ഞാൻ പറയാം, ചില മണിക്കൂറുകളെങ്കിലും കാത്തിരിക്കുന്ന നിന്നോട് ദൈവം പറയുക, ഒരു വഴിത്തിരിവ് നിനക്ക് ദൈവം തരാൻ പോകുക. സംഭവിക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടിയാണ്. പുറത്തിരുന്നവനെ അകത്തു കൊണ്ടുവന്നു, അകത്തിരുന്ന ചിലതിനെ പുറത്തും കളഞ്ഞു. ആമീൻ പറഞ്ഞില്ലല്ലോ, ഉറക്കെ ഒന്ന് പറഞ്ഞാട്ട്. പുറത്തു നിന്ന ചിലതിനെ അകത്തു കൊണ്ടുവന്നു, അകത്തിരുന്ന അശുദ്ധമായ ചിലതിനെ പുറത്തു കളഞ്ഞു. ഇത് ദൈവത്തിന്റെ നീതിയാ. മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞ ഹാമാനെ ദൈവം തൂക്കിക്കളഞ്ഞു, മൊർദെഖായിയെ അകത്തേക്ക് കൊണ്ടുവന്നു. ഈ അവസ്ഥ ദൈവം ഒരുക്കുന്നതാണ്. ജീവിതത്തിൽ സംഭവിച്ച സാഹചര്യങ്ങൾ നിന്നെ തകർക്കാനല്ല, നിന്നെ ഉദ്ധരിക്കാൻ വേണ്ടിയാ. കൈ അടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ചില തകർച്ചകൾ, ചില പരാജയങ്ങൾ, ചില ദുഃഖങ്ങൾ ദൈവം നന്മയ്ക്കാക്കി മാറ്റും. വിശ്വസിക്കുന്നവർ കൈ രണ്ടും ചേർത്തടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ലാലൻ ബ്രദറെ, ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന്റെ വക്കത്തും ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുക. ചില പദ്ധതികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുക. പരിശുദ്ധമ്മ എന്നോട് പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങൾ ഇടപെട്ട ചില ദൂതുകളും ചില സന്ദേശങ്ങളും നിങ്ങളെ ശുശ്രൂഷയിലേക്ക് എത്തിക്കുന്ന ഒരു വിടുതലാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോകുക. ഒറ്റപ്പെടുത്തിയുടെ മുമ്പിൽ, അവഗണിച്ചയുടെ മുമ്പിൽ, തള്ളിക്കളഞ്ഞയുടെ മുമ്പിൽ നിന്നെ ശ്രേഷ്ഠനാക്കി ദൈവം മാറ്റും. വഴിത്തിരിവുണ്ടാകാൻ പോവുക. ഇന്നത്തെ ദൂത് ചിലർക്ക് വഴിത്തിരിവുണ്ടാകാൻ പോകുക. സംഭവിച്ചതിനെ ദൈവം തിരിച്ചുവിടാൻ വേണ്ടി പോകുക. പെട്ടകം വന്നു. എന്തുകൊണ്ട്? ഉസ പെട്ടകത്തെ തൊട്ടു. ഉസായുടെ ചാട്ടവും ആരാധനയൊക്കെ കണ്ടാൽ തോന്നും ഭയങ്കര ആത്മീകനാണെന്നാ. പക്ഷെ ദൈവഭയം നഷ്ടപ്പെട്ടവനാ. ദൈവഭയമില്ല. ഒരു ചെറിയ പരിഗണന ഉസയ്ക്ക് കൊടുക്കണ്ടേ? അവന്റെ വീട്ടിലല്ലേ പെട്ടകം ഇരുന്നത്? ഒരു ചെറിയ പരിഗണന കൊടുക്കണ്ടേ? ഒരു തലറക്കം വന്നിട്ട് താഴെ വീണാ പോരായിരുന്നോ? ഹലോ, ഒരു തലകറക്കം വന്ന് താഴെ വീണാ മതിയായിരുന്നു, അവൻ അതിന്നങ്ങ് മാറിയേനെ. പക്ഷെ വാണിങ് കിട്ടിയിട്ടും ഭയമില്ലാതായി. എപ്പോഴും ഓർത്തണം, ചില സിഗ്നലുകൾ അപകടത്തിൻ്റെതാണ്. കേട്ടില്ല. പച്ച കത്തിക്കിടക്കുമ്പോ നീ പൊക്കോ, ചുമല കത്തിക്കിടക്കുമ്പോ നീ മുന്നോട്ട് പോയാൽ അതൊരു വാണിംഗ് ലൈറ്റ് ആണ്. ഇന്ന് പകൽ ആരോടോ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഉസ പെട്ടകത്തെ തൊട്ടു, ഉസ ഛേദിച്ചു കളഞ്ഞു. അതുകൊണ്ടൊരു വഴിത്തിരിവുണ്ടായി. ഏത് വഴിത്തിരിവ്? ഓബേദെദോമിന്റെ വീട്ടിൽ പെട്ടകം വന്ന് കയറുക. കൂടെ നിന്ന ചിലര് നിന്നെ ഒറ്റിക്കൊടുത്തപ്പോ, കൂടെ നിന്ന ചിലര് നിനക്ക് വിരോധമായി മാറിയപ്പോ, നിന്റെ വീട്ടിൽ ഈ പെട്ടകം വരാൻ ദൈവം ഇടയാക്കി. ഇത് വഴിത്തിരിവാണെന്നേ. ഇതൊരു വഴിത്തിരിവായിരുന്നു. ഏത്? ഉസയുടെ വീട്ടിൽ ഇരുന്ന പെട്ടകം എവിടെ വന്നിപ്പോ? 3 മാസം എവിടെ ഇരിക്കുക? മക്കളെ പറഞ്ഞാട്ടോ, എവിടെ ഇരിക്കുക പെട്ടകം? ഓബേദെദോമിന്റെ വീട്ടിലിരിക്കുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്. ഞാൻ ചോദിക്കട്ടെ, ആളെ കൊന്ന സാധനം വീട്ടിൽ വരാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? കുറഞ്ഞ പക്ഷം കഴിഞ്ഞ ദിവസം ഈ വണ്ടിയാണ് പുഴയിലേക്ക് വീണ് 5 പേര് മരിച്ചുപോയെ. അതുകൊണ്ട് ഈ വണ്ടി വിൽക്കാൻ പോവാ വിലക്കുറവിന്. എടുക്കാൻ അല്പം മനസ്സ് വരുമോ? അല്പം പേടി വരും. ഒന്നുമല്ലെങ്കിലും 5 പേര് ചത്ത വണ്ടി എനിക്ക് വേണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരുന്ന വഴിക്ക് ഛേദിക്കപ്പെട്ട ഉസയുടെ മൃതശരീരം വഴിയിൽ കിടക്കുമ്പോൾ ഈ പെട്ടകം ഇവിടെ ഒന്ന് വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ, വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഇത്ര ഉയർച്ചയിലെത്തുമെന്ന് താൻ കരുതിയില്ല. ദൈവവൈതലെ, നിന്റെ വീട്ടിൽ വരുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും നീ ദൈവത്തെ കണ്ടതില്ല. പുഷ്പയാന്റി പരിശുദ്ധാത്മ പറയുന്നത്, ഈ പെട്ടകം വീടിനകത്ത് വന്നതാണ് ചില വിഷയത്തിന്റെ വിടുതലായി മാറിയത്. തലമുറ വിഷയത്തിന്മേൽ ഒരു അടയാളം ദൈവം തരാൻ പോകുക.
ഈ വർഷം അസ്തമിക്കും മുമ്പ് ചിലതിന് മറുപടി നീ കാണാൻ പോകുക. ജോഷി പാസ്റ്റർ, ജീവിതത്തിൽ സംഭവിച്ചത് വിഷമത്തിനും ദുഃഖത്തിനും കാരണമായ സന്ദർഭങ്ങൾ ഉണ്ടെന്നേ. പക്ഷെ ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അത് നന്മയ്ക്കാക്കി ദൈവം മാറ്റി. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കൂടെ നിന്നവരും കൂടെ കഴിച്ചവരും കൂടെ കൈപിടിച്ചു നടന്നവരും നീ വിശ്വസിച്ച അന്ധമായി നിന്റെ കൂടെ അവസാനം വരെ കാണുമെന്ന്, പക്ഷെ ദൈവം അവരെ വെട്ടി മാറ്റിയത് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാ. ക്ഷമ ചോദിക്കാൻ ചില ആളുകൾ വരാൻ പോകുക. നിന്നോട് ക്ഷമ ചോദിക്കാൻ ചില ആളുകൾ വരാൻ പോകുക. ഇന്ന് പകൽ ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം, ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചോണം. നിനക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവം ചലിക്കാൻ പോകുക. പെട്ടകം ഓബേദെദോമിന്റെ വീട്ടിൽ വന്നു. ഒരു കാര്യം പറയാം, വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും ആ പെട്ടകത്തിനൊരു പരിഗണന കൊടുത്താൽ ഉറപ്പ് തരാം, 3 വർഷമൊന്നും കാത്തിരിക്കണ്ട, സെക്കൻഡ് കൊണ്ട് നിന്റെ സ്ഥിതി മാറും. ഉറച്ചു നിന്നോ, ഇതിനെ ഒന്ന് പരിപാലിക്കേ, ഇതൊന്ന് തോളി വെക്കാൻ നിന്റെ തോളൊന്ന് കൊടുക്ക്. ഹലോ റബഖാശി, അത് നിന്റെ വീട്ടിൽ വരുമ്പോൾ അതിനെ നീ ഒന്ന് പരിപാലിക്കേ, ഉറപ്പ് തരാം 3 മാസം കൊണ്ട് സ്ഥിതി മാറി. ചില ആളുകൾ പറയും പെന്തക്കോസ്തിൽ പോയപ്പോൾ അമേരിക്കയിൽ നിന്ന് പണം കൊടുത്തു, ഡോളർ കൊടുത്താ വീട് കിട്ടിയെന്നും വണ്ടി കിട്ടിയെന്നല്ല. നമുക്ക് കൈ പൊക്കി പറയാൻ പറ്റും, പെട്ടകം ഞങ്ങളുടെ വീട്ടിൽ വന്നതാ. ഒരു ദൂത് ഞാൻ പറയാം, പെട്ടകം വീട്ടിൽ വന്നിട്ടും ഇന്ന് പകല് വരെ മാറ്റമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറിച്ചിട്ടോ, ഇന്നു മുതൽ നിന്റെ സ്ഥിതി മാറിയിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അതിന്മേൽ വിടുതൽ വരട്ടെ. ചിലത് തിരിച്ചുവിടും. വീട്ടിൽ സംഭവിച്ച ആ തർക്കവും ആ പ്രശ്നങ്ങളും അത് ദൈവം നന്മയ്ക്കാക്കി മാറ്റും. ജോൺ ബ്രദറെ, രാജൻ ബ്രദറെ പിടിച്ചു നിൽക്കണം, കൃപയിൽ പിടിച്ചു നിന്നോണം, ഉറച്ചു നിന്നോണം. ഇളക്കി മാറ്റിക്കളയാൻ, പുറകോട്ട് വിടാൻ മാനുഷിക ശബ്ദങ്ങളും സന്ദേശങ്ങളും കേൾപ്പിക്കാൻ ആളുകൾ വരും. പക്ഷെ ഉറച്ചു നിന്നോണം. വിളിച്ചവൻ വിശ്വസ്തനാ. കുരുങ്ങിക്കിടക്കുന്ന കുരുക്കുകൾ ദൈവം ഈ മാസം തീരും മുമ്പ് വീടിനകത്ത് കർത്താവ് അഴിച്ചു മാറ്റാൻ പോവുക. പ്രവൃത്തി ചെയ്യുക. എത്രയും ശബ്ദം എടുക്കാൻ പറ്റും അത്രയും ശബ്ദം ഒന്ന് എടുത്ത് ഒന്നിച്ചൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. ജീവിതത്തിൽ സംഭവിക്കുന്ന ചില വിഷയങ്ങൾ വഴിത്തിരിവാക്കി മാറ്റും. വഴിത്തിരിവാക്കി ദൈവം മാറ്റും. 1-2 ഉദാഹരണം കൂടെ പറയാം. ഹാഗാർ വീടിനകത്ത് നിന്ദിക്കപ്പെട്ടവള്. വാസ്തവത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിനുണ്ട്, ഞാൻ നിനക്ക് തലമുറ തരാം. അത് ദൈവം പറഞ്ഞ കാര്യമാണ്. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ നീ അതിൽ ഉറച്ചു നിൽക്കണം. മാനുഷികമായ ഒരു കുറുക്കു വഴിയും തേടരുത്. ഹലോ ആമീൻ പറഞ്ഞേ, കുറച്ചുകൂടെ ശബ്ദത്തിൽ പറഞ്ഞേ. ആരാ പറഞ്ഞത്? പ്രപഞ്ച സൃഷ്ടാവായി ദൈവം. എന്താ പറഞ്ഞത്? സന്തതിയെ തരാം. ഉറപ്പാ. പിന്നെ നീ എന്തിനാ ഷോർട്ട് കട്ടിലൂടെ പോയത്? കാത്തിരുന്നിട്ടും വിടുതലിൽ വൈകിയപ്പോൾ വീട്ടിലെ ദാസിയായ ഹാഗാറിനെ സാറ പറഞ്ഞു നീ ഭാര്യയായി എടുക്കാൻ പറഞ്ഞു. ഹാഗാറിന്റെ ദാസിയെ ഭാര്യയായി എടുത്തു. അതിലൂടെ ഒരു കുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞിന്റെ പേര് ഇശ്മായേൽ. ആ കുഞ്ഞു വളർന്ന് സന്തോഷത്തോടുകൂടി ഉല്ലാസത്തോടുകൂടി ആ വീടിനകത്ത് ആദ്യമായി ജനിച്ച കുഞ്ഞാ. ചില കഴിഞ്ഞപ്പോൾ വാഗ്ദത്ത നിവൃത്തിയും വീട്ടിൽ വന്നു. ആര് ജനിച്ചു? ഇസഹാക്ക്. വാഗ്ദത്ത സന്തതിയും ജഡിക സന്തതിയും ഒന്നിച്ചു പോകത്തില്ല. ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ദൈവം പറഞ്ഞു ഹാഗാറിനെയും ഇശ്മായേലിനെ പുറത്താക്ക്. അങ്ങനെ ഹാഗാറും ഇശ്മായേലും പുറത്തായി. പോകുമ്പോ ധനികനായ അബ്രഹാം കൊടുത്തുവിട്ടത് എന്താണ്? ഇവിടെ ഭാഷ ഒരു കുപ്പി വെള്ളം. പിന്നെ വഴിയിൽ ക്ഷീണിക്കാതിരിക്കാൻ അട. ഇപ്പൊ എന്തുണ്ട്? ഒരു വീട്ടിനകത്ത് സർവീസ് ചെയ്യാൻ വന്ന് കേറിയിട്ട് എന്തോ കിട്ടി? പറഞ്ഞേ. ഒരു വീട്ടിൽ സേർവന്റായി നിന്നാൽ കുറഞ്ഞ പക്ഷം ഒരു 10,000 രൂപയെങ്കിലും കിട്ടണം. അപ്പൊ അത് കൂടുതൽ കിട്ടും.
വർഷങ്ങളായിട്ട് അബ്രഹാമിന്റെ വീട്ടിൽ സെർവന്റായി നിൽക്കുന്ന ഹാഗാറെ പോയപ്പോൾ എന്തോ കിട്ടി? നമ്മുടെ ഭാഷ ഒരു കുപ്പി വെള്ളവും ഒന്നോ രണ്ടോ അടവ് കൊടുത്തു കാണും. ആര്? സമ്പന്നൻ. മനസ്സ് വേദനിച്ചിരിക്കുന്ന ചിലരെ കർത്താവിനെ കാണിക്കുന്നു. ലഭിക്കേണ്ട പരിഗണന കിട്ടാതെ ഭാരത്തോടുകൂടി ഇന്ന് പകൽ തിങ്ങുന്ന ഹൃദയത്തോടിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് കാണിക്കുന്നു. ഒരു കരച്ചിൽ കരഞ്ഞല്ലേ? ഇങ്ങോട്ട് നോക്കിയേ, ഒരു കരച്ചിൽ കരഞ്ഞല്ലേ? പൊട്ടിക്കരഞ്ഞ് നെഞ്ചത്തടിച്ച്, ദൈവമേ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മാറാത്ത. ശരിയാണോ? ശരിയാണ്. ഇരുന്നാട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ലഭിക്കേണ്ട അവകാശങ്ങൾ നീതിയായി ലഭിക്കാതിരിക്കുന്നെങ്കിൽ മറുവശത്തൊരു ക്രമീകരണം കർത്താവ് ഒരുക്കാൻ പോവുക. ഒന്നിച്ച് രാമ്യം പറഞ്ഞാട്ട്, ശബ്ദം കുറിച്ച് രാമ്യം പറഞ്ഞാട്ട്, മാനുഷിക പരിഗണന പോലും ലഭിക്കാതെ വർഷങ്ങളായി സേവനം ചെയ്തിട്ട് വീട്ടിൽ നിറക്കി വിടുമ്പോൾ കിട്ടിയത് എന്റെ ജീവിതത്തിൽ അങ്ങനെ 30 വർഷം ഒരു സഭയിൽ ശുശ്രൂഷിച്ചു. 30 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ചർച്ച് വിടുകയാണ്. അവർ പറഞ്ഞു പറ്റത്തില്ല, ഇവിടെ കാണണം. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ പ്ലേറ്റ് മാറ്റി. ആ സഭ എന്റെ കയ്യിലായി പോകുന്ന ഒരു ഭയം അവർക്കുണ്ടായി. അതുകൊണ്ട് അവർ പുറത്താക്കാനുള്ള ക്രമീകരണം ചെയ്തു. പക്ഷെ ദൈവം മറ്റൊരു ക്രമീകരണം എനിക്ക് വേണ്ടി ഒരുക്കി. കൂടെ നിൽക്കാൻ ചിലർ ഇറങ്ങി പുറപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ദൈവത്തോട് സംസാരിച്ചപ്പോൾ ദൈവം പറഞ്ഞതാണ്, മോനെ ഇതിനകത്ത് രാജൻ ബ്രദറും സുകുമാരൻ ചേട്ടനെ പോലുള്ള ആളുകൾ ഇതിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ നീ സഭ തുടങ്ങിയതുകൊണ്ട് തന്നെയാണ്. ഒപ്പം ഞാൻ പറഞ്ഞത്, പുതിയതായ വിശ്വാസത്തിലേക്ക് വന്ന കുടുംബങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവൻ കൂടെ പെട്ടകത്തിന്റെ കൂടെ ചുമൽ കൊടുക്കാൻ നിങ്ങൾ ഇറങ്ങിയപ്പോൾ ദൈവം നിങ്ങളെ ഓർത്ത ദൈവമാണ്. എന്റെ മാതാവിനോട് പോലും ഞാൻ പറഞ്ഞു, ആ ചർച്ചിൽ തന്നെ നിൽക്ക്. പക്ഷെ നിന്നില്ല. ആമേൻ. റെജി ബ്രദറിനോട് ഞാൻ പറഞ്ഞു നിൽക്കയില്ല. പല ആളുകളോടും പറഞ്ഞു, അവർ പറഞ്ഞില്ല. ഒരു കാഴ്ചപ്പാട് ദൈവം തന്നു. അതുകൊണ്ട് പല ആളുകളും തടത്തിലെ കുടുംബങ്ങൾ, പല കുടുംബങ്ങളും ചേർന്ന് നിന്നു തോള് കൊടുത്തു. അച്ഛൻ കുച്ചാനും ഒക്കെയും, ഞാൻ എടുത്തു പറയുന്നവർ പേര് വിട്ടുപോയാ ക്ഷമിക്കണമേ. നിങ്ങൾ ഒപ്പം നിന്നതുകൊണ്ട് നമ്മോടൊപ്പം ആരാധിക്കാൻ ചിലരെ കൂടെ ദൈവം നമുക്ക് തന്നു. അതോർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ലഭിക്കേണ്ട പരിഗണന നിനക്ക് തന്നില്ലെങ്കിൽ ഉറപ്പു തരാ, ദൈവം ചില പരിഗണന തരാൻ പോകുക. ആർത്തു വിളിച്ചൊന്ന് കൈ അടിച്ചൊന്ന് ബലപ്പെട്ട് ആരാധിച്ച് എന്റെ ഭാഷയിൽ ഒന്ന് ശക്തിപ്പെട്ട് എന്റെ പ്രാർത്ഥന മുറിയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഞാൻ ഷോണിന് വേണ്ടി പ്രാർത്ഥിക്കും. മോനെ ഷോണെന്ന് എഴുന്നേറ്റ് ഇന്നിട്ട് മോനെ, അവന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യണം. ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ കൂടെ ദൈവം അവനെ കണ്ടിരിക്കുക. അധികം താമസിക്കാതെ വയലിൽ പുസ്തകമെടുത്തുകൊണ്ട് യേശുവിനെ സാക്ഷിക്കുന്ന, ഇപ്പോൾ മനസ്സിൽ ഒരു അംശം പോലും തോന്നാത്ത ചില സംഭവങ്ങൾ ദൈവം തന്നെ ജനത്തെ ആക്കി തീർക്കാൻ പോകുക. കൈ അടിച്ച ഒന്ന് ആരാധിച്ച് ബലപ്പെട്ട് ഇരുന്ന മോനെ, ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. അവഗണനകളെ അനുഗ്രഹമാക്കി മാറ്റുന്നൊരു ദൈവം നമ്മുടെ ദൈവമാ. ഞാൻ പറഞ്ഞു വന്നത്, ചില വിഷയങ്ങൾ ടേണിംഗ് പോയിന്റ് ആക്കി കർത്താവ് മാറ്റും. ഒന്നുകൂടെ പറഞ്ഞ വഴിത്തിരിവാക്കി മാറ്റും. നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അവർ എന്നോട് അങ്ങനെയൊക്കെ ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ അത് ദൈവം അറിഞ്ഞോണ്ടാ. നിന്നെ ഇറക്കി വിട്ടത് എന്തിനു വേണ്ടി? ദൈവം അറിഞ്ഞോണ്ടാ. എന്തുകൊണ്ട്? നിനക്ക് വേണ്ടി ഒരു കരുതൽ വെളിപ്പെടാൻ പോകുക. ആ കൊടുത്ത മക്കളെ അപ്പവും വെള്ളവും തീർന്നു. മനുഷ്യൻ കൊടുക്കുന്നത് തീരും. ഉറക്കെ പറഞ്ഞേ, കേട്ടില്ല? മനുഷ്യൻ തരുന്നതിന് അളവുണ്ട്. അതെന്ത് ചെയ്യും? ദൈവം തന്നാൽ അളവില്ലാത്തതായിരിക്കും. ആർക്കൊക്കെയോ അളവില്ലാത്ത അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അളവില്ലാത്ത അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ പോവുക. നിഗളിക്കരുത്, പൊങ്ങരുത്, താണുകൊടുത്തോണം. മനസ്സിലാകുന്നുണ്ടോ? നിഗള ഹൃദയം നമുക്കുണ്ടാകരുത്. എത്ര ഉയർച്ച വരുമ്പോൾ നമുക്ക് താഴ്മയുണ്ടാകണം. താഴ്മയുള്ളിടത്താ ദൈവം ഉയർച്ച ഉണ്ടാകും. വെള്ളം ഒഴുകി വരുന്നത് എങ്ങോട്ടാ? താഴ്ചയിലോട്ടല്ലേ. ഇവിടെ എന്ത് സംഭവിച്ചു?
കുട്ടിയുമായിട്ട് വന്ന് കുറുങ്കാട്ടിൽ കുട്ടിയെ ഒരു തണലിൽ ഇട്ടിട്ട് ആ സ്ത്രീ മാറിയിരുന്ന് കരയാൻ തുടങ്ങി. എന്താ? കുഞ്ഞിന്റെ കരച്ചിൽ എനിക്ക് കാണാൻ വയ്യ. സങ്കടം കൊണ്ട് അപ്പവും തീർന്നു, വെള്ളവും തീർന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടേ. ഹാഗാറിന്റെ കരച്ചിലിനേക്കാൾ സ്വർഗത്തിലെത്തിയത് കുട്ടിയുടെ നിലവിളിയാ. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. നമ്മൾ പറയുന്നത് ഞങ്ങളെ കണ്ടുപിടിക്കാനല്ല, നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം. ബാലന്റെ നിലവിളി കേട്ടു എന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ചില നിലവിളികൾ സ്വർഗം കേൾക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില വഴികൾ കർത്താവ് തുറക്കാൻ പോവുകയാണ്. ഞാനൊരു കാര്യം കൂടെ പറയാം. എല്ലാ വിഷയത്തിനും മറുപടി കിട്ടിയാൽ നമ്മൾ അഹങ്കാരികളായി മാറും. അതുകൊണ്ട് മനഃപൂർവ്വം ചില വിഷയത്തിന് മറുപടി താമസിക്കുക. മനസ്സിലായില്ല? എല്ലാത്തിനും മറുപടി കിട്ടിയാൽ നമ്മൾ അഹങ്കാരികളായി മാറും. അതുകൊണ്ടാ ചില വിഷയത്തിന് മറുപടി താമസിക്കുന്നത്. അവളിരുന്ന് കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ കാണാൻ വയ്യാതെ കരയുക. എന്തൊക്കെ പറഞ്ഞായിരിക്കും ഈ സ്ത്രീ കരഞ്ഞത്? ഒരു സമ്പന്നൻ, ഒരു ധനാഢ്യൻ ആ വീട്ടിനകത്ത്, എന്റെ ഭാഷയിൽ പറഞ്ഞ കഞ്ഞിവെള്ളം കുടിച്ച് ഞാൻ ആ വീടിനകത്ത് ഒതുങ്ങിക്കഴിഞ്ഞ വ്യക്തിയാ. ആഹാർ സാറാ നിമിത്തം എന്റെ ജീവിതത്തിൽ ഈ തകർച്ച സംഭവിപ്പരുടെയും മാറി. ഹാഗാറേ, സാറായെ ശപിക്കരുത്. ഹാഗാറേ, അബ്രഹാമിനെ പ്രാകരുത്. കേട്ടണം? അവർ നിമിത്തമാണ് നീ പുറത്തായെങ്കിൽ ദൈവം നിമിത്തം ഒരു ഉയർച്ച നിനക്ക് കിട്ടാൻ പോകുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ ഭാഗം വായിക്കണം. ഇസ്മായിലിനെ ഒരു വലിയ പ്രഭുവാക്കി, ജാതിയാക്കി മാറ്റി. അറബി രാജ്യങ്ങളിൽ എവിടെ കുഴിച്ചാലും, ഇവിടെ കുട്ടനാട്ടിൽ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടുന്നത് പോലെ അറബി രാജ്യങ്ങളിൽ എവിടെ കുഴിച്ചാലും എണ്ണക്കിണറുകളാണ്. ഇന്നും നിന്നിട്ടില്ല. ആ ഓടിച്ചതൊരു ഉറവ കണ്ടു, പക്ഷെ ആ ഉറവ അവിടെ ഉണ്ട്. പിന്നെ എന്താ സംഭവിച്ചത്? ദൈവം ഹാഗാറിന്റെ കണ്ണു തുറന്നു. ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചതാണ്, കണ്ണു തുറക്കാൻ പ്രാർത്ഥിക്കണം. ആ വെള്ളത്തിലിട്ട പേര് സംസം വാട്ടർ. ഇന്നും സൗദിയിൽ അതുണ്ട്. ആ ഉറവ വറ്റിയിട്ടില്ല. ആരാ തുറന്നത്? സാറായെ ശപിച്ചിരുന്നെങ്കിൽ, നീ അബ്രഹാമിനെ പ്രാഗിയിരുന്നെങ്കിൽ ഇന്ന് ഈ നിലയിൽ എത്തത്തില്ല. ചിലർ നിമിത്തം നീ പുറത്തായത് ദൈവം നിമിത്തം നീ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ്. അതിനാ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. വഴിത്തിരിവ് സംഭവിക്കുക. വഴിത്തിരിവ്. ഇന്നലെ രാത്രി ഞാൻ മെസ്സേജ് ഒരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു ശബ്ദം ഞാൻ കേട്ടതാണ്. ജീവിതത്തിൽ സംഭവിച്ച പല സംഭവങ്ങളും ദൈവം വഴിത്തിരിവാക്കി മാറ്റാൻ പോവുകയാണ്. വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ പോവുക. ഒരു ജംഗ്ഷൻ പോലുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്ന ചിലരെ കർത്താവിനെ കാണിക്കുന്നു. എങ്ങോട്ട് തിരിയണമെന്ന് അറിയത്തില്ല. പ്രാർത്ഥിച്ചോണം. ഇതൊരു വിടുതലായി മാറാൻ പോവുക. ഒരു ജംഗ്ഷനിൽ നിൽക്കുന്നു. വലത്തോട്ട്, ഇടത്തോട്ട്, മുന്നോട്ടോ, പുറകോട്ടോ ഇല്ല. ഒരു വഴി ദൈവം കാണിച്ചു തരാൻ പോവുക. ഒരു വഴി ദൈവം കാണിച്ചു തരാൻ പോവുക. ജംഗ്ഷനിൽ വന്ന് നിൽക്കുന്ന ചിലരോട് ദൈവം പറയുന്നു, വഴി ദൈവം കാണിച്ചു തരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അല്പസമയം എല്ലാ ദൈവമക്കളും കൈ അടിച്ച് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് കൈ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് അല്പസമയം അവൻ നിർത്താതെ ആ കൈ ഒന്ന് കൊട്ടി അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ വഴിയറിയാതെ ഭാരപ്പെടുന്നവർ നമ്മുടെ പല ആളുകളും വിദേശ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. വിദേശ വരുമാനം കൊണ്ട് എന്താ കാരണം? ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തു. സംഭവിക്കുന്ന ചില വഴിത്തിരിവുകൾ കർത്താവ് കാണിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. 6-ാം വാക്യം, 118-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം. രണ്ടാമത്തെ സന്ദേശം, യഹോവ എന്റെ പക്ഷത്തുണ്ട്. യഹോവ എന്റെ കൂടെ ഉണ്ട്. എങ്ങനെ അറിയാം ദൈവം കൂടെ ഉണ്ടെന്ന്? പറഞ്ഞേ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? യെരൂശലേമിൽ പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ യേശു കൂടെ ഉണ്ടെന്ന് കരുതി ആ തോന്നൽ മാറ്റണം. എന്നിട്ട് പരിശോധിക്കണം. വചനം പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ ഇല്ലയോ എന്ന് നിങ്ങളെത്തിന് എന്ത് ചെയ്യണം?
ശോധന ചെയ്യണം. ഇടയ്ക്കൊക്കെ ഒന്ന് ശോധന ചെയ്യണം. ഞാൻ കൃപയിലുണ്ടോ? ചർച്ച വരുന്നു, പാട്ട് പാടുന്നു, ആരാധിക്കുന്നു, കാര്യങ്ങളൊക്കെ ഭംഗിയായി. പക്ഷെ ഇടയ്ക്കൊന്ന് നോക്കണം, ഞാൻ കൃപയിലാണോ? ഇല്ലെങ്കിൽ ഭയപ്പെടണം. ഈ ഫാൻ കറങ്ങുന്നു, AC ഉണ്ടെങ്കിലും ഫാനും കൂടി ഇട്ടിരിക്കുകയാണ് എല്ലായിടത്തും കാറ്റെത്താൻ വേണ്ടി. സ്വിച്ച് ഓഫ് ചെയ്താലും ആ ഫാൻ എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ചെയ്ത ഉടനെ നിൽക്കുവോ? എന്താ? ആ ഓടിയ വേഗത കുറച്ചുകൂടെ കറങ്ങും. വിശ്വാസത്തിലുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് യേശുവിനെ അപ്പനും അമ്മയും കരുതി കൂടെ ഉണ്ടെന്ന്, പക്ഷെ കണ്ടില്ല. അന്വേഷിച്ചു. എത്ര ദിവസം കഴിഞ്ഞാൽ കണ്ടുപിടിച്ച്? 3 ദിവസം കഴിഞ്ഞാൽ കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആത്മീയത്തെ പരിശോധിക്കണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയും, എനിക്ക് ഉറപ്പുണ്ട്. എന്താ? യഹോവ എന്റെ കൂടെ ഉണ്ട്. പക്ഷം തിരിക്കുന്ന ആളുകളുണ്ട്, പക്ഷം ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഒരു കാരണമില്ലാതെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷം അപ്പല്ലോസിന്റെ കക്ഷി, കേഫാവിന്റെ കക്ഷി, കർത്താവിന്റെ കക്ഷി ഉണ്ടാക്കുന്നവനൊക്കെ തകരും, പക്ഷെ കർത്താവിന്റെ നാമം ഉയരും. എനിക്ക് ഉറപ്പുണ്ട്, ദൈവം എന്റെ പക്ഷത്തുണ്ട്. എങ്ങനെ അറിയാം? ഞാൻ പേടിക്കത്തില്ല. ഭയം പുറത്തു പോകാനുള്ള കാരണം ആരെന്റെ കൂടെ ഉണ്ട്? ദൈവം എന്റെ കൂടെ ഉണ്ട്. ദൈവം എന്റെ ഒപ്പമുള്ളത് കൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്. ആരെല്ലാം എനിക്കെതിരെ, ഇവിടുത്തെ നിയമങ്ങളോ പോലീസോ അധികാരികളോ നിയമങ്ങളോ എനിക്കെതിരായാലും എനിക്ക് ഉറപ്പുണ്ട്, ദൈവം എന്റെ പക്ഷത്തുണ്ട്. ചിലർക്ക് മേൽ ദൈവം കർത്താവ് കാണിക്കുന്നു, വിധി കൽപ്പിക്കാൻ പോവുക. വാദിച്ചു നിന്ന് കോടതികളിൽ മാറി മാറി കേസുകൾ അവധി വെക്കുന്നത് പോലെ ചില വിഷയങ്ങൾ അവധി വെച്ചത് വസ്തു സംബന്ധമായ ചില പ്രശ്നങ്ങൾക്ക് നീക്കുപോക്ക് കൽപ്പിച്ച് ദൈവം നിനക്ക് ഉറപ്പ് തരാൻ പോവുക. ആരാണ് ആ വ്യക്തി? ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചോണം. ആമേൻ. ദൈവം അനുകൂലമായി ഒരു വിധി കൽപ്പിക്കാൻ പോവുക. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചതാണ് ആ വിഷയത്തിന് വേണ്ടി, അല്ലേ? ദൈവം അനുകൂലമായ ഒരു വിധി കൽപ്പിക്കണം, എങ്കിൽ അനുകൂലം ഒരു വിധി വരും. എന്തുകൊണ്ട്? യഹോവ എന്റെ, ഉറക്കെ പറഞ്ഞ്, കുറച്ചുകൂടെ ശബ്ദത്തിൽ എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, എനിക്ക് പേടിയില്ല. പേടിക്കേണ്ടത് മനുഷ്യനെ മാത്രമാണ്, അത് ദൈവത്തെയാണോ? പറഞ്ഞു. മനുഷ്യനെ പേടിക്കണോ ദൈവത്തെ പേടിക്കണോ? ചിലർക്ക് മനുഷ്യരെ ഭയങ്കര പേടിയാണ്, അല്ലേ? പേടി എന്ന് പറയുന്നത് ഭയങ്കര അപകടമാണ്. മനുഷ്യ ഭയം ഒരു കെണിയാണ്. ചിലർക്ക് ആനയെ പേടിയില്ല, പക്ഷെ പല്ലിയെ പേടിയാണ്. പല്ലിയെ പേടിയാണ്. ചിലർക്ക് പാമ്പിനെ പേടിയാണ്, ചിലർക്ക് അട്ടയെ പേടിയാണ്. പേടിയില്ലാത്ത ആരുമില്ല, ഉണ്ടോ? ചിലർക്ക് നായയെ പേടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഭയമില്ലാത്ത ആളുകളില്ല, പക്ഷെ ഭയം അപകടമാണ്. ചില ആളുകൾ പറയാറില്ലേ, നല്ല ധൈര്യവും നല്ല കരുത്തുമുള്ള ആളുകൾ, പട്ടിയെ പൂട്ടിയിട്ടുണ്ടോ? ഞാൻ അങ്ങോട്ട് കയറാൻ എന്താ കാരണം? പട്ടിയെ, നായ പേടിയാണ്. പല്ലി അറിയാതെ വല്ലതും താഴോട്ട് വീണ് കഴിഞ്ഞാൽ അന്നേരം ഓടും. പല്ലിയെ പേടിയ, പാറ്റായെ പേടിയ. ഉറങ്ങിക്കിടക്കുമ്പോ പാറ്റ വല്ലതും പറന്ന് മുഖത്ത് വന്ന് വീണ അലറും കിടന്ന് ബഹളം വെക്കും. ഭയം മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നു, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്ത് ചെയ്യത്തില്ല, പേടിക്കത്തില്ല. ഉറപ്പ് പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞേ. ചില ആളുകൾക്ക് ശരീരത്തിൽ എന്തെങ്കിലും രോഗത്തിന് ലക്ഷണം കണ്ട പേടിയാ. അവർ പറഞ്ഞ ക്യാൻസറാ. ആദ്യമായി വരുന്ന വാക്കെന്തുവാ? ക്യാൻസറാ. ഭയമാ. അതും ഭയങ്കര സൂക്ഷിക്കണം. ഒരു ക്യാൻസറിനും നിന്നെ തൊടാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ദൈവം നിന്റെ കൂടെ ഉണ്ട്. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാ. ആ മന്ദിരം കൊണ്ട് നീ ദൈവത്തെ ആരാധിച്ചാൽ മതി. ഒരാരാധനയൊക്കെ കഴിഞ്ഞു പോകുമ്പോ അമ്മ ഒന്ന് ബലപ്പെട്ടു പോകണം. ഇന്ന് പകൽ ആരാധിക്കുന്നവന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ ചിലതിനെ പുറത്തു നിർത്താൻ ദൈവത്തിന് കഴിയും. ഭയം ഒരു കെണിയാണ്. ഭയം മാറാൻ ചില ആളുകൾ ഒരു കുപ്പി ബിയറോ വല്ല കള്ളൊക്കെ കടിക്കും. ഈ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, ഒരു ബാറിലിരുന്ന് ഒന്നിച്ചു കുടിച്ച 3 പേർ അവിടെ വെച്ച് വഴക്കുണ്ടായി. പുറത്തിറങ്ങിയപ്പോൾ 2 പേര് കൂടി അവനെ അടിച്ചു കൊന്നു. 2 ജയിലിലാണ്. ഭയം മാറാൻ വേണ്ടി മദ്യപിക്കുന്ന ആളുകളുണ്ട്.
ഈ ചർച്ചിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഒരൊറ്റ വ്യക്തി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പങ്കെടുക്കാൻ പാടില്ല. ഞാൻ ചിലർക്ക് ചില താക്കീതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സഭയിലെ ആരും ദുശ്ശീലങ്ങളിൽ ഏർപ്പെടരുത്. ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടണം. നമ്മൾ കരുതും ആരും കാണത്തില്ല. വീടിനകത്ത് ഭർത്താവ് ഇരിക്കുമ്പോൾ ഭാര്യ അടുത്തുണ്ടെങ്കിൽ കാണത്തില്ല. വീട് വിട്ടു നീ പുറത്തേക്ക് പോകുമ്പോൾ ഭാര്യയുടെ കണ്ണുകൾ നിന്നെ പുറകെ വരുത്തില്ല. പക്ഷെ കാണുന്നൊരു കണ്ണുണ്ട്, യഹോവയുടെ കണ്ണ്. ഹാഗാർ പറഞ്ഞു, എന്നെ കാണുന്നവൻ ഇവിടെയും വന്നോ. എവിടെ പോയാലും കാണുന്നൊരു കണ്ണുണ്ട്. എവിടേക്ക് തിരിഞ്ഞാലും നിന്നെ കാണുന്നൊരു കണ്ണുണ്ട്. എന്തുകൊണ്ട്? നീ അവനും തമ്മിൽ ഉടമ്പടി ചെയ്തു. നിന്റെ ഭയത്തെ അവൻ പുറത്താക്കി. അവൻ നിന്റെ കൂടെ നിൽക്കുമ്പോൾ അവൻ സമുദ്രത്തിന്റെ അടിത്തട്ടി ചെന്ന് കിടന്നാലും നിന്റെ കണ്ണെന്നെ കാണും. ദൈവത്തിന്റെ കണ്ണ് നമ്മളെ കാണും. പറയുന്നത് കേൾക്കും. പറയുന്ന കാര്യങ്ങളൊക്കെ ആര് കേൾക്കും? ചില ആളുകൾ വിചാരിച്ചിരിക്കുന്ന സഭയ്ക്കകത്ത് വരുമ്പോഴേ കർത്താവ് ഉണ്ടെന്നല്ല. ഇവിടുന്ന് എവിടെ പോയാലും കർത്താവ് ഉണ്ട്. എങ്ങനെ അറിയാം? മത്തായി സുവിശേഷം 28 ലാസ്റ്റ് വായിക്കുന്നു, ഞാൻ ലോകാവസാനത്തുള്ള എല്ലാ നാളും കൂടെ. പക്ഷെ കൊലോസ്യർ ലേഖനത്തിൽ വന്നപ്പോ കൂടെ ഇരിക്കുന്ന കർത്താവ്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഉള്ളിൽ, ഇൻ ക്രൈസ്റ്റ്. കർത്താവ് അകത്ത് വന്ന് ഉറപ്പുള്ള രാമി പറഞ്ഞേ, കുറച്ചുകൂടെ ശബ്ദം ഉയർത്തുന്നു പറഞ്ഞേ, യേശു എവിടെയുണ്ട്? എന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന അവൻ കേൾക്കും. ഞാൻ എന്ത് ചെയ്താലും അവൻ കാണും. ആ ഒരു ഭയം നമ്മുടെ അകത്തുണ്ടാകണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്ത് ചെയ്യത്തില്ല, പേടിക്കത്തില്ല. എനിക്ക് പേടിയില്ല, ഉറപ്പുണ്ട്. അടുത്ത വാക്യം നോക്കിയവൻ അടുത്ത വാക്യം നോക്കിക്കേ. അതുകൂടെ പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിക്കുക. മനുഷ്യൻ എന്നോട്, ഇതാണ് ഇന്നത്തെ സന്ദേശം. ജീവിതത്തിൽ സംഭവിച്ചത് ചിലത് വഴിത്തിരിവാക്കി മാറ്റിയെങ്കിൽ ഉറപ്പോട് പറഞ്ഞോണം, മനുഷ്യർ എന്നെ ഒന്നും ചെയ്യത്തില്ല. ഒന്നിച്ച് രാമ്യം പറഞ്ഞേ. ഭയപ്പെട്ടിരിക്കുന്ന ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് കാണിച്ചു പറയുന്നു, ഇന്നു മുതൽ ഈ ധൈര്യത്തോടിരുന്നോണം. ഭയത്തിന്റെ ചിന്ത അപകടമാണ്. ആർക്കും നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കരം നിന്റെ വീട്ടിൽ, കോടതികളും നിയമങ്ങളും വരാൻ തക്കവണ്ണം ഒരുക്കിയ സമയം കഴിഞ്ഞു. സിസ്റ്ററെ, കഴിഞ്ഞു. അതിന്റെ എക്സ്പയറി ആയി. ഇന്ന് പകൽ ആമ്യം പറഞ്ഞ് ഏറ്റെടുത്തു ദൂത് ദൈവത്തെ കൈയടിച്ചൊന്ന് മഹത്വപ്പെടുത്തിക്കോ. നിന്റെ മേൽ വെച്ച വിധികളെ ദൈവം മാറ്റി. ഏതെങ്കിലും ശാരീരിക അസ്വസ്ഥതയും ക്യാൻസർ ആണെന്ന് ഭയപ്പെടുന്ന ആരെങ്കിലും ഇന്ന് പകലും ഇരിക്കുന്നെങ്കിൽ നീ അതിനെ ഡിലേറ്റ് ചെയ്യണം. രോഗത്തെ വിളിച്ചു വരുത്തരുത്. അത് രോഗമല്ല, അത് ഭയത്തിന്റെ ആത്മാവാണ്. ഇയ്യോബ് എപ്പോഴും ഭയപ്പെടുന്ന വ്യക്തിയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ഭയപ്പെടും. സ്കൂളിൽ പോയ കുഞ്ഞുങ്ങൾ അപകടത്തിൽ പെടുമോ? ജോലിക്ക് പോയ ആളുകൾ അപകടത്തിൽ പെടുമോ? ഭയപ്പെടുന്ന ആളുകളുണ്ടോ? ഇയ്യോബ് ഭയപ്പെട്ട എന്ത്? മക്കൾ മരിച്ചുപോയി, എല്ലാം തകർന്നു തരിപ്പണമായി. ഭയം തകർത്ത് നശിപ്പിച്ചു കളയും. പക്ഷെ വിശ്വാസമോ ശക്തിപ്പെടുത്തും. ഒരാമ്യം പറഞ്ഞ്, വിശ്വാസം ജീവിതത്തിൽ സംഭവിക്കുന്നിടത്തോളം നിനക്ക് ഉയർച്ചകൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ വാക്കുകളെ ദൈർഘ്യമാക്കുന്നില്ല. ഉറപ്പോടെ എല്ലാവരും ഒന്ന് പറഞ്ഞ്, യഹോവ എന്റെ പക്ഷത്തുണ്ട്. കുറച്ചുകൂടെ ബലത്തോടെന്ന് പറഞ്ഞ്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? കൈ അടിച്ചൊന്ന് ദൈവത്തിന്റെ മഹത്വം കൊടുത്തോട്ടെ. ജീവിതത്തിൽ സംഭവിച്ച പല സംഭവങ്ങളും വഴിത്തിരിവാക്കി ദൈവം മാറ്റുകയാണ്. കല്ലടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ നടുവിൽ വന്നതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ ബലവും മഹത്വവും ഞങ്ങൾ കാണേണ്ടതിന് ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.